Security at transport layer. Transport layer security എന്ന് പറയുമ്പോൾ transport layerൽ TCP ഉണ്ട്, UDP ഉണ്ട്. TCP services utilize ചെയ്യുന്ന application layer protocolsനാണ് എന്ത് provide ചെയ്യുന്നത്? Transport layer security provide ചെയ്യുന്നത്. കാര്യം TCP എന്ന് പറയുന്നത് ഒരു connection oriented protocol ആണ്. Data transferന് മുന്നേ connection establish ചെയ്യും സെൻഡറിനും റിസീവറിനും in between ആയിട്ട്. So അങ്ങനെ connection oriented protocol ആയിട്ടുള്ള TCPയുടെ services യൂസ് ചെയ്യുന്ന application layer protocolsനാണ് എന്ത് provide ചെയ്യുന്നത്? Transport layer security provide ചെയ്യുന്നത്. UDP services utilize ചെയ്യുന്ന transport layer UDP services ആണ് utilize ചെയ്യുന്നതെങ്കിൽ അത് utilize ചെയ്യുന്ന application layer protocols എന്ത് available അല്ല, ഈ transport layer security available അല്ല. അതുപോലെ തന്നെ application layer protocol ആയിട്ട് വന്ന emailന്റെ കേസിലും എന്ത് പറ്റില്ല, ഈ transport layer security പറ്റില്ല. കാര്യം അവിടെ സെൻഡറിനും റിസീവറിനും in between ആയിട്ട് എന്താ ഉള്ളത്? One way connection ആണുള്ളത്. So emailന്റെ കേസിലും വേറെ special security provision എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച PGP ഒക്കെ. ഇനി SSLന്റെ കേസിലാണെങ്കിൽ SSL ആപ്ലിക്കേഷൻ ലെയർ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. കംപ്രഷനും ഓപ്ഷണൽ ആണ്. കംപ്രഷൻ വേണമെങ്കിൽ കംപ്രഷനും എന്ത് ചെയ്യും? SSL പ്രൊവൈഡ് ചെയ്യും. സോ SSLന്റെ മെയിൻ സർവീസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒതന്റിക്കേഷൻ, ഫ്രാഗ്മെന്റേഷൻ, കംപ്രഷൻ ഓപ്ഷണൽ ആണ്, മെസ്സേജ് ഇന്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. സോ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡേറ്റയെ അത് കംപ്രസ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ സൈൻ ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത ഡേറ്റ എങ്ങോട്ട് പാസ് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആയിട്ടുള്ള TCPക്ക് SSL എന്ത് ചെയ്യും? പാസ് ചെയ്യും. ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ കംപ്രസ് ചെയ്യുന്നു, സൈൻ ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ആർക്ക് പാസ് ചെയ്യാണ്? ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആയിട്ടുള്ള TCPക്ക് പാസ് ചെയ്യും. ഇനി SSL mainly 4 protocols ആണ് SSL വരിക. SSL is composed of 4 protocols: SSL handshake protocol, SSL record protocol, SSL change cipherspec protocol and SSL alert protocol. So transport layer security provide ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ട് ലെയറിൽ രണ്ട് പ്രോട്ടോകോൾ, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിക്ക് ആയിട്ട് രണ്ട് മെയിൻ പ്രോട്ടോകോൾസ് ആണുള്ളത്, SSLഉം TLSഉം. ഈ സെക്ഷനിൽ നമ്മൾ പറയുന്നത് SSL ആണ്. TLS SSLന് വളരെ സിമിലർ ആണ്. ഇതിനായിട്ട് SSL involves 3 basic phases: handshake phase, authentication phase, symmetric cipher based traffic encryption phase. ഹാൻഡ്ഷേക്ക് ഫേസ് എന്ന് പറയുമ്പോൾ ഈ ഹാൻഡ്ഷേക്ക് ഫേസിലാണ് എന്തൊക്കെ എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ ലെയർ കൊടുക്കുന്ന ഡേറ്റയെ അതുപോലെ സെൻഡ് ചെയ്യല്ല ചെയ്യുക, ആ ഡേറ്റയെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പൊ ആ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് ഏത് എൻക്രിപ്ഷൻ അൽഗോരിതം ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് കീസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ സെൻഡറും റിസീവറും തമ്മിൽ എന്ത് ചെയ്യണം? നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഡിസൈഡ് ചെയ്യണം. അത് നടക്കുന്നത് ഏത് ഫേസിലാണ്? ഹാൻഡ്ഷേക്ക് ഫേസിലാണ് നടക്കുന്നത്. പിന്നെ ഒതന്റിക്കേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ സെർവർ അതിന്റെ ഐഡന്റിറ്റി ക്ലയന്റിന് എന്ത് ചെയ്യണം? ഒതന്റിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ച് ക്ലയന്റും അതിന്റെ ഐഡന്റിറ്റി സെർവറിന് ഒതന്റിക്കേറ്റ് ചെയ്യാം, അത് ഓപ്ഷണൽ ആണ്. അപ്പൊ അതാണ് ഏത് ഫേസ്? ഒതന്റിക്കേഷൻ ഫേസ്. പിന്നെ സിമെട്രിക് സൈഫർ ബേസ്ഡ് ട്രാഫിക് എൻക്രിപ്ഷൻ ഫേസ്. ഈ ഫേസിൽ നടക്കുന്നത് വൺസ് ഹാൻഡ്ഷേക്ക് ഫേസും ഒതന്റിക്കേഷൻ ഫേസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാം? ഡേറ്റ ട്രാൻസ്ഫർ തുടങ്ങാം. സോ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക? നേരത്തെ ഹാൻഡ്ഷേക്ക് ഫേസിൽ ഏതൊക്കെ എൻക്രിപ്ഷൻ അൽഗോരിതം ആണോ, ഏതൊക്കെ കീസ് ആണോ ഡിസൈഡ് ചെയ്തത്, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് ഏത് ഫേസ്? സിമെട്രിക് സൈഫർ ബേസ്ഡ് ട്രാഫിക് എൻക്രിപ്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിനായിട്ട് SSLന് എത്ര പ്രോട്ടോകോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന ഫേസസിനൊക്കെ വേണ്ടിയിട്ട് SSLന് 4 പ്രോട്ടോകോൾസ് ഉണ്ട്. അതിലൊരാളാണ് ആര്? SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ. SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ, SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ സെർവറിനും ക്ലയന്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും? ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഡേറ്റ ട്രാൻസ്ഫറിന് മുമ്പായിട്ട് സെർവറിനും ക്ലയന്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സെർവറും ക്ലയന്റും അവരുടെ ഐഡന്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഒതന്റിക്കേറ്റ് ചെയ്യുന്നു. ഇത് കൂടാണ്ട് ഏതൊക്കെ എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ്, ഏതൊക്കെ കീസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സെൻഡറും റിസീവറും തമ്മിൽ എന്ത് ചെയ്യുന്നു? നെഗോഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യും? SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ ചെയ്യും. സെർവറിനും ക്ലയന്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സെർവറും ക്ലയന്റും അവരുടെ ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യുന്നു. ഏതൊക്കെ എൻക്രിപ്ഷൻ അൽഗോരിതംസ് കീസ് യൂസ് ചെയ്യണം എന്നുള്ളത് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നു? SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ ചെയ്യുന്നു.
സോ ഇപ്പൊ പറഞ്ഞ SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ ചെയ്യുമെന്ന് പറഞ്ഞ ഫങ്ഷൻസ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു 4 phases ആയിട്ടാണ് ചെയ്യുന്നത്. phase 1, phase 2, phase 3, phase 4. ഇവിടെ ഡയഗ്രത്തിൽ 4 phases കാണിച്ചിട്ടുണ്ട്. ക്ലയന്റിനും സെർവറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് 4 phases കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് നോക്കിയാൽ കാണാം, അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ക്ലയന്റ് സൈഡിൽ നിന്നാണ് phase 1 ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. സോ ക്ലയന്റ് സൈഡിൽ നിന്ന് എന്ത് അയക്കുന്നു? ഒരു ഹലോ പാക്കറ്റ് അയക്കുന്നു സെർവർ സൈഡിലോട്ട്. ഈ ഹലോ പാക്കറ്റിൽ കുറച്ച് ഡീറ്റെയിൽസ് കാണും, അതായത് സെഷൻ ID, പ്രോട്ടോകോൾ വേർഷൻ, അതുകൂടാണ്ട് മെയിൻ ആയിട്ട് സൈഫർ സ്യൂട്ട് കാണും. സൈഫർ സ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെ എൻക്രിപ്ഷൻ അൽഗോറിതംസ് ആണ്. അപ്പം ക്ലയന്റ് ഒരു ലിസ്റ്റ് അയച്ചു കൊടുക്കും. ആ ലിസ്റ്റിൽ എൻക്രിപ്ഷൻ അൽഗോറിതംസ് കാണും, യൂസ് ചെയ്യാൻ പറ്റുന്ന എൻക്രിപ്ഷൻ അൽഗോറിതംസ്, കംപ്രഷൻ മെത്തേഡ്സ്, അതെല്ലാം അതിന്റെ എല്ലാം ഒരു ലിസ്റ്റ് ആരയച്ചു കൊടുക്കും? ക്ലയന്റ് അയച്ചു കൊടുക്കും. അതിന്റെ ഓർഡർ ഓഫ് പ്രിഫറൻസും കൂടെ വെച്ചിട്ട് ക്ലയന്റ് അയച്ചു കൊടുക്കും. ഒരു ലിസ്റ്റ് സെർവർ സൈഡിലോട്ട് അയച്ചു കൊടുക്കും. അതാണ് എന്തിലുണ്ടാവുക? ക്ലയന്റ് ഹലോ പാക്കറ്റിൽ ഉണ്ടാവുക. തിരിച്ച് സെർവർ ഇതിന് തിരിച്ചൊരു സെർവർ ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യും. ഈ സെർവർ ഹലോ പാക്കറ്റിൽ ക്ലയന്റ് അയച്ചു കൊടുത്ത ലിസ്റ്റിൽ നിന്ന് എൻക്രിപ്ഷൻ അൽഗോറിതംസും കംപ്രഷൻ മെത്തേഡ്സും ഒക്കെ വെച്ചിട്ട് ക്ലയന്റ് അയച്ചു കൊടുത്ത ലിസ്റ്റിൽ നിന്ന് സെർവർ സെലക്ട് ചെയ്യും. സ്പെസിഫിക് അൽഗോറിതംസ് എൻക്രിപ്ഷനും കംപ്രഷനും ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന അൽഗോറിതംസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് തിരിച്ച് സെർവർ ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇതോടെ phase 1 കഴിഞ്ഞു. അടുത്ത phase 2 ആണ്. phase 2 ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? സെർവർ സൈഡിൽ നിന്നാണ്. phase 2 എന്ന് പറയുന്നത് ഏത് സൈഡിൽ നിന്നാണ് വരുന്നത്? സെർവർ സൈഡിൽ നിന്നാണ് വരുന്നത്. സോ സെർവർ അതിന്റെ ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യണം. സോ ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യുന്നു. അതുകൂടാണ്ട് സെർവർ കീ എക്സ്ചേഞ്ച് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. കാര്യം ക്ലയന്റ് സെൻഡ് ചെയ്യുന്ന ഡേറ്റ എല്ലാം ഒരു സെഷൻ കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുക. അപ്പൊ സെർവറിന് അത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ സെഷൻ കീ വേണം, എങ്കിലേ സെർവറിന് അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഒരു സെർവർ കീ എക്സ്ചേഞ്ച് മെസ്സേജും ആര് സെൻഡ് ചെയ്യും? സെർവർ സെൻഡ് ചെയ്യും. പിന്നെ സെർവർ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാം, സെൻഡ് ചെയ്യാണ്ടിരിക്കാം. ഇത് ഓപ്ഷണൽ ആണ്, മാൻഡേറ്ററി അല്ല. സെർവറിന് ക്ലയന്റിന്റെ ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെർവർ എന്ത് സെൻഡ് ചെയ്യും? സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യും ക്ലയന്റിനോട്. ഇത്രയാകുമ്പോഴത്തേക്ക് phase 2 എന്താവും? കംപ്ലീറ്റ് ആവും. അടുത്ത phase 3 ക്ലയന്റിന്റെ സൈഡിൽ നിന്നാണ്. സെർവർ ഇതുപോലെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം, സെൻഡ് ചെയ്തില്ലെങ്കിൽ വേണ്ട. സെർവർ ഇതുപോലെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ക്ലയന്റ് എന്ത് സെൻഡ് ചെയ്ത് കൊടുക്കും? അതിന്റെ ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. അടുത്ത ക്ലയന്റ് കീ എക്സ്ചേഞ്ച് മെസ്സേജ്, അത് മാൻഡേറ്ററി ആണ്. സോ ക്ലയന്റ് എന്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം? സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം. അത് ക്ലയന്റ് കീ എക്സ്ചേഞ്ച് മെസ്സേജ്. അടുത്ത സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തതായിട്ട് ക്ലയന്റ് എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. അപ്പോൾ phase 3 കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് എന്താണ്? ചേഞ്ച് സൈഫർ സ്പെക്. phase 4 എന്ന് പറയുമ്പോൾ ക്ലയന്റ് എന്ത് സെൻഡ് ചെയ്യാണ്? ചേഞ്ച് സൈഫർ സ്പെക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അതിന്റെ മീനിങ് എന്താണ്? സെർവർ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻക്രിപ്ഷൻ അൽഗോറിതംസും എൻക്രിപ്ഷൻ അൽഗോറിതംസും കംപ്രഷൻ മെത്തേഡ്സും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന സൈഫർ സ്പെക്കിലുള്ള ഡീറ്റെയിൽസ് എല്ലാം മാറ്റിയിട്ട് ഇപ്പം ഇവർ ഡിസൈഡ് ചെയ്ത് ഏതൊക്കെ എൻക്രിപ്ഷൻ അൽഗോറിതം യൂസ് ചെയ്യണം, കംപ്രഷൻ മെത്തേഡ് യൂസ് ചെയ്യണം എന്നൊക്കെ ഇപ്പൊ ഇവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ന്യൂ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചേഞ്ച് സൈഫർ സ്പെക്കിനെ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. പഴയ സൈഫർ സ്പെക്കിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ന്യൂ സൈഫർ സ്പെക്കിനെ കോപ്പി ചെയ്യുക. അതാണ് ഏത് മെസ്സേജ്? ചേഞ്ച് സൈഫർ സ്പെക് മെസ്സേജ് എന്ന് പറയുന്നത്. അത് ക്ലയന്റ് സെർവറിനോട് പറയുന്നു. അതുപോലെ തന്നെ തിരിച്ച് സെർവർ ക്ലയന്റിനും ഇതേ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. കറണ്ട് സ്റ്റേറ്റ് സൈഫർ സ്പെക് മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്ത് സൈഫർ സ്പെക് വെച്ചിട്ട് എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക എന്നുള്ള മെസ്സേജ് ആണ് phase 4 വരിക. അപ്പൊ ഈ 4 phases ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് SSL റെക്കോർഡ് പ്രോട്ടോകോൾ ആണ്. സോ SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ എന്തൊക്കെ ചെയ്തു? സെൻഡറിനും റിസീവറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. സെർവറിന്റെയും ക്ലയന്റും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്തു. ഏതൊക്കെ എൻക്രിപ്ഷൻ അൽഗോറിതംസ്, കംപ്രഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. ഇനി അടുത്ത SSL റെക്കോർഡ് പ്രോട്ടോകോൾ ആണ്. SSL റെക്കോർഡ് പ്രോട്ടോകോൾ 2 സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുക: കോൺഫിഡൻഷ്യാലിറ്റി, മെസ്സേജ് ഇന്റഗ്രിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ ഏത് എൻക്രിപ്ഷൻ അൽഗോറിതംസും കീസും ആണോ ഡിസൈഡ് ചെയ്തത് അത് യൂസ് ചെയ്തിട്ട് ഡേറ്റനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് മെസ്സേജ് ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും. മെസ്സേജ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ മാത്രം എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യല്ല ചെയ്യുക, അതിന്റെ കൂട്ടത്തിൽ ആരെ കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്? ഒരു മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ PGPയുടെ കേസിൽ പറഞ്ഞ കണക്ക് തന്നെ
ഡേറ്റയുടെ കൂടെ ആരെ കൂടെ സെൻഡ് ചെയ്തായിരുന്നു? മെസ്സേജ് ഡൈജസ്റ്റ് കൂടി സെൻഡ് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇവിടെ മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ ടൈമിൽ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ റിസീവറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അവിടുന്ന് സെൻഡ് ചെയ്ത ഡേറ്റ അതുപോലെ അല്ല കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം റിസീവറിന്. അതിനായിട്ടാണ് ഡേറ്റയുടെ കൂട്ടത്തിൽ ആരെ കൂടെ സെൻഡ് ചെയ്യുന്നത്? മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും കൂടെ സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ മെസ്സേജ് ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് കൂടെ സെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനും ആരാണ് ചെയ്യുന്നത്? SSL റെക്കോർഡ് പ്രോട്ടോകോൾ ആണ് സെൻഡ് ചെയ്യുന്നത്. ഇത് 5 സ്റ്റെപ്സ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫ്രാഗ്മെന്റേഷൻ, കംപ്രഷൻ, ആഡിങ് മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ്, എൻക്രിപ്ഷൻ, append SSL റെക്കോർഡ് ഹെഡർ. സോ SSL റെക്കോർഡ് പ്രോട്ടോകോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷൻ ഡേറ്റ കൊടുക്കുന്നു. SSL റെക്കോർഡ് പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നു? ലോങ് ഡേറ്റ ആണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഓരോ ഫ്രാഗ്മെന്റിനെ എടുക്കുന്നു. കംപ്രഷൻ ഓപ്ഷണൽ ആണ്. സോ കംപ്രസ് ചെയ്യുന്നു. ഓരോ ഫ്രാഗ്മെന്റിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്തു. ഡിസൈഡ് ചെയ്ത കംപ്രഷൻ അൽഗോരിതം ഏതായിരുന്നു അത് വെച്ചിട്ട് കംപ്രസ് ചെയ്യുന്നു. ഇനി കംപ്രസ് ചെയ്ത ഡേറ്റയിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നു? മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്യുന്നു. ഈ കംപ്രസ്ഡ് ഡേറ്റ എടുത്തു, അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് കിട്ടും. ആ മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും ഈ കംപ്രസ്ഡ് ഡേറ്റയുടെ കൂടെ എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാണ്? എൻക്രിപ്റ്റ് ചെയ്യാണ്. ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്ത് കൊടുത്ത എൻക്രിപ്ഷൻ അൽഗോരിതവും കീ സെഷൻ കീയും യൂസ് ചെയ്തിട്ട് ഇതിന് രണ്ടിനെയും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? എൻക്രിപ്റ്റ് ചെയ്യുന്നു. ആ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ ഡേറ്റയുടെ കൂട്ടത്തിൽ എന്തുകൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്? ഒരു റെക്കോർഡ് SSL റെക്കോർഡ് ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ഹെഡറിൽ വേർഷൻ ഏതാണ്, കംപ്രസ്ഡ് ലെങ്ത് എന്താണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. റിസീവർ സൈഡിൽ എത്തുമ്പോൾ റിസീവർ ഈ ഹെഡർ റിമൂവ് ചെയ്തിട്ട് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ എന്ത് ചെയ്തെടുക്കണം? ഡീക്രിപ്റ്റ് ചെയ്തെടുക്കണം. സോ എൻക്രിപ്റ്റഡ് ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കിട്ടും? കംപ്രസ്ഡ് ഡേറ്റയും കിട്ടും, മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും കിട്ടും. സോ ഡീക്രിപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ വെരിഫിക്കേഷൻ ആണ്. അതായത് സെൻഡ് ചെയ്ത ഡേറ്റയിൽ ചേഞ്ച് ഒന്നും വന്നിട്ടുണ്ടോ? മെസ്സേജ് ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യുക, ഡേറ്റയിൽ ചേഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ. അപ്പൊ ഈ കംപ്രസ്ഡ് ഡേറ്റ എടുത്തിട്ട് റിസീവർ സെൻഡർ സൈഡിൽ ചെയ്ത അതേ ഓപ്പറേഷൻസ് തന്നെ ക്യാരി ഔട്ട് ചെയ്യും. അപ്പൊ റിസീവറിന് ഒരു മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് കിട്ടും. സെൻഡർ സെൻഡ് ചെയ്തെന്ന മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും ഉണ്ട്, റിസീവർ ആയിട്ട് ജനറേറ്റ് ചെയ്ത ഒരു മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും ഉണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. രണ്ട് സെയിം ആണെങ്കിൽ ഡേറ്റയിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, രണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ ഡേറ്റയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അങ്ങനെ മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് വെച്ചിട്ട് ഡേറ്റയുടെ ഇന്റഗ്രിറ്റി വെരിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കംപ്രസ്ഡ് ഡേറ്റയെ എന്ത് ചെയ്യും? ഡീകംപ്രസ് ചെയ്യും. പിന്നീട് ബാക്കി എല്ലാ ഫ്രാഗ്മെന്റ്സും കൂടെ അസംബിൾ ചെയ്തെടുത്ത് ഹയർ ലെവൽ പ്രോട്ടോകോളിന് കൊടുക്കും. SSLന് 4 പ്രോട്ടോകോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോളും റെക്കോർഡ് പ്രോട്ടോകോളും ആണ് മെയിൻ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ഇനി അത് കൂടാണ്ടുള്ള 2 പ്രോട്ടോകോൾസ് ആണ് SSL ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോകോളും SSL അലേർട്ട് പ്രോട്ടോകോളും. അവർക്ക് ചെറിയ ഫംഗ്ഷൻസേ ഉള്ളൂ. SSL ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കറന്റ് സ്റ്റേറ്റിൽ സൈഫർ സ്യൂട്ടിനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പൊ ഡിസൈഡ് ചെയ്തിരിക്കുന്ന എൻക്രിപ്ഷൻ അൽഗോരിതംസും കംപ്രഷൻ മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് സൈഫർ സ്യൂട്ടിനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് SSL ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോകോളിന്റെ ഫംഗ്ഷൻ. SSL അലേർട്ട് പ്രോട്ടോകോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷൻസ് വരുവാണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? SSL അലേർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോളും റെക്കോർഡ് പ്രോട്ടോകോളും ആണ്. ഇതുകൂടാണ്ട് SSL സർവീസസ് ചോദിച്ചിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ലെയർ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് SSL എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യും? സോ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, സെർവർ അതിന്റെ ഐഡന്റിറ്റി ക്ലയന്റിന് ഒതന്റിക്കേറ്റ് ചെയ്യും, ഫ്രാഗ്മെന്റേഷൻ പ്രൊവൈഡ് ചെയ്യും, ഡേറ്റയെ ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, കംപ്രഷൻ പ്രൊവൈഡ് ചെയ്യും, ഫ്രാഗ്മെന്റഡ് ഡേറ്റ ഫ്രാഗ്മെന്റ്സിനെ എല്ലാം എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. കംപ്രഷൻ ഓപ്ഷണൽ ആണ്. പിന്നെ മെസ്സേജ് ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും. സെൻഡ് ചെയ്യുന്ന ഡേറ്റയിൽ ട്രാൻസ്മിഷൻ ടൈമിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ അത് റിസീവർ സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റണം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനായിട്ട് ഒറിജിനൽ ഡേറ്റയുടെ കൂട്ടത്തിൽ ആരെ കൂടെ സെൻഡ് ചെയ്യും? എപ്പോഴും ഒരു മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ് കൂടി സെൻഡ് ചെയ്യും. സോ മെസ്സേജ് ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും. അടുത്ത കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യും. ഈ ഡേറ്റ പ്ലസ് കംപ്രസ്ഡ് ഡേറ്റയും മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും രണ്ടിനെയും കൂടെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു എൻക്രിപ്ഷൻ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രാഫി യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യും, ഫ്രെയിമിംഗ് പ്രൊവൈഡ് ചെയ്യും. ഈ എൻക്രിപ്റ്റഡ് പേലോഡിന്റെ കൂടെ ഹെഡർ കൂടി അറ്റാച്ച് ചെയ്തിട്ട് അതിനെ ആർക്ക് പാസ് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളിന് പാസ് ചെയ്യുന്നു. സോ ഇത്രയും സർവീസസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? SSL പ്രൊവൈഡ് ചെയ്യുന്നത്.
നെറ്റ്വർക്ക് ലെയർ സെക്യൂരിറ്റി. നെറ്റ്വർക്ക് ലെയർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ രണ്ട് ഹോസ്റ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട്, അല്ലെങ്കിൽ രണ്ട് റൂട്ടേഴ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിനും ഒരു റൂട്ടറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് സെക്യൂരിറ്റി അപ്ലൈ ചെയ്യുന്നു അറ്റ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ലെയറിന്റെ സർവീസസ് ഡയറക്ട്ലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. നെറ്റ്വർക്ക് ലെയറിന്റെ സർവീസസ് ഡയറക്ട്ലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ഒക്കെ. അപ്പോൾ റൂട്ടിംഗ് പ്രോട്ടോകോൾസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് നെറ്റ്വർക്ക് ലെയർ സെക്യൂരിറ്റിയുടെ എന്ത് പർപ്പസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ലെയർ സെക്യൂരിറ്റിയിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് IP സെക്യൂരിറ്റി ആണ്. IP സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രോട്ടോകോൾസ്. ഒരു പ്രോട്ടോകോൾസിന്റെ ഒരു കളക്ഷൻ ആണ് IP സെക്യൂരിറ്റി. IP security helps to create authenticated and confidential packets for the network layer. നെറ്റ്വർക്ക് ലെയറിന് വേണ്ടി authenticated ആയിട്ടുള്ള confidential packetsനെ ക്രിയേറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? IP security ഹെൽപ്പ് ചെയ്യുന്നു. സോ IP സെക്യൂരിറ്റിയുടെ സർവീസസിൽ വരുന്നത് ഫസ്റ്റ് വൺ authentication, സെർവറും ക്ലയന്റും അവരുടെ ഐഡന്റിറ്റി authenticaate ചെയ്യുന്നു, കോൺഫിഡൻഷ്യാലിറ്റി, ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്, ഡേറ്റ ഇന്റഗ്രിറ്റി. സോ ഡേറ്റ ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ഡേറ്റയുടെ കൂടെ ആരെ കൂടെ ആഡ് ചെയ്യുന്നു? മെസ്സേജ് authentication കോഡ് കൂടി ആഡ് ചെയ്യുന്നു. And it provides anti-replay. So replay attack avoid ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. സീക്വൻസ് നമ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് റീപ്ലേ അറ്റാക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. കീ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇതെല്ലാം ആരുടെ സർവീസസ് ആണ്? IP സെക്യൂരിറ്റിയുടെ സർവീസസ് ആണ്. IP security can be used to work with IP version 6 and IP version 4 internet protocol. രണ്ട് പ്രിൻസിപ്പൽ പ്രോട്ടോകോൾസ് ആണ് IP security protocol സ്യൂട്ടിൽ വരുന്നത്. authentication head of protocol, AH protocol, and encapsulation security payload, ESP protocol. ഈ രണ്ട് പ്രോട്ടോകോൾസിലും AH പ്രോട്ടോകോളിനും ESP പ്രോട്ടോകോളിനും പാക്കറ്റ്സിന് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ, സോഴ്സ് ഹോസ്റ്റിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിലോട്ട് പാക്കറ്റ്സിന് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാൻഡ് ഷേക്ക് വരുന്നു, ഹാൻഡ് ഷേക്ക് ഫേസ് വരുന്നു. നെറ്റ്വർക്ക് ലെയറിൽ ഒരു നെറ്റ്വർക്ക് ലെയർ ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ബിറ്റ്വീൻ സെൻഡിങ് ഹോസ്റ്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ്. ഒരു നെറ്റ്വർക്ക് ലെയർ ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ബിഫോർ ദ ആക്ച്വൽ ഡേറ്റ ട്രാൻസ്ഫർ. ഈ ലോജിക്കൽ ചാനൽ എന്ന് പറയുന്ന പേരാണ് എന്ത്? സെക്യൂരിറ്റി അസോസിയേഷൻ. ഈ ലോജിക്കൽ കണക്ഷൻ പറയുന്ന പേരാണ് സെക്യൂരിറ്റി അസോസിയേഷൻ. ഒരു സെക്യൂരിറ്റി അസോസിയേഷനെ യുണീക്ലി ഐഡന്റിഫൈ ആയിട്ട് ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഐഡന്റിഫയർ കാണും. AH ആണെങ്കിൽ AHൻ്റെത്, ESP ആണെങ്കിൽ ESPയുടേത്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോട്ടോകോൾ ഐഡന്റിഫയർ ഉണ്ടാവും, സോഴ്സ് IP അഡ്രസ് ഉണ്ടാവും. അതുകൂടാണ്ട് ഒരു സെക്യൂരിറ്റി അസോസിയേഷനെ ഐഡന്റിഫൈ ആയിട്ട് ഒരു 32-bit കണക്ഷൻ ഐഡന്റിഫയർ കാണും. ആ ഐഡന്റിഫയറിന് പറയുന്ന പേരാണ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് അല്ലെങ്കിൽ SPI എന്ന് പറയും. സോ AH പ്രോട്ടോകോൾ ആണെങ്കിലും ESP പ്രോട്ടോകോൾ ആണെങ്കിലും ആക്ച്വൽ ഡേറ്റ ട്രാൻസ്ഫറിന് മുമ്പ് സെൻഡിങ് ഹോസ്റ്റും റിസീവിംഗ് ഹോസ്റ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എന്ത്? സെക്യൂരിറ്റി അസോസിയേഷൻ. IP security has two different modes of operation. ഈ രണ്ട് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ ഏതെങ്കിലും ഒരു മോഡിലായിരിക്കും IP സെക്യൂരിറ്റി ഓപ്പറേറ്റ് ചെയ്യുക. ആ രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസ്പോർട്ട് മോഡ്, അടുത്തത് ടണൽ മോഡ്. ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഒരു IP ഡേറ്റാഗ്രാം അല്ലെങ്കിൽ ഒരു IP പാക്കറ്റ്, നെറ്റ്വർക്ക് ലെയർ പാക്കറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ലെയർ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു IP ഹെഡർ കാണും. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് നെറ്റ്വർക്ക് ലെയറിൽ കിട്ടിയ പേലോഡ് കാണും. സോ ട്രാൻസ്പോർട്ട് ലെയർ നെറ്റ്വർക്ക് ലെയറിന് കൊടുക്കുന്ന പേലോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒറിജിനൽ ഡേറ്റയും കാണും, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ ആയിട്ട് അറ്റാച്ച് ചെയ്ത TCP ഹെഡറും കാണും. ഇതാണ് ഒറിജിനൽ IP ഡേറ്റാഗ്രാം എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് മോഡിൽ ഈ IP ഹെഡറിനെ അത് എന്ത് ചെയ്യില്ല? പ്രൊട്ടക്ട് ചെയ്യില്ല. അതിനെ എൻക്രിപ്റ്റ് ഒന്നും ചെയ്യില്ല. IP ഹെഡറിനെ പ്രൊട്ടക്ട് ചെയ്യില്ല. പകരം ട്രാൻസ്പോർട്ട് ലെയർ നെറ്റ്വർക്ക് ലെയറിന് കൊടുത്ത പേലോഡ്, ദാറ്റ് മീൻസ് TCP ഹെഡർ പ്ലസ് ഡേറ്റ, ഈ ഒരു പാർട്ടിനെ മാത്രം അത് എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് IP സെക്യൂരിറ്റിയുടെ ഒരു ഹെഡർ കൂടി ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. സോ ഇവിടെ ഓർത്ത് വെക്കാനൊന്നുമില്ല. ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ IP സെക്യൂരിറ്റി ആരെ പ്രൊട്ടക്ട് ചെയ്യില്ല? IP ഹെഡറിനെ പ്രൊട്ടക്ട് ചെയ്യില്ല. ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻ, ദാറ്റ് മീൻസ് TCP ഹെഡർ പ്ലസ് ഡേറ്റ, ഇതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. ഇനി അടുത്തത് ടണൽ മോഡാണ്. ടണൽ മോഡിലാണെങ്കിൽ IP സെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻറ്റയർ IP പാക്കറ്റിനെയും എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. അതായത് എൻറ്റയർ IP പാക്കറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ലെയർ അറ്റാച്ച് ചെയ്യുന്ന IP ഹെഡർ, ട്രാൻസ്പോർട്ട് ലെയർ കൊടുക്കുന്ന TCP ഹെഡർ പ്ലസ് ഡേറ്റ, അതിന് എൻറ്റയർ പാക്കറ്റിനെ അത് എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. IP സെക്യൂരിറ്റിയുടെ ഒരു ഹെഡർ കൂടി അറ്റാച്ച് ചെയ്തു. ഇനി ഇത് കൂടാണ്ട് ഒരു ന്യൂ IP ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യും. ഒറിജിനൽ IP ഹെഡർ കൂടാണ്ട് എന്തും കൂടി
കൂടി അറ്റാച്ച് ചെയ്യും, ഒരു ന്യൂ IP ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യും. ഈ ന്യൂ IP ഹെഡർ യൂസ് ചെയ്തിട്ടായിരിക്കും ഇനി റൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, ഫൈനൽ റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ന്യൂ IP ഹെഡർ ആയിരിക്കും ടണൽ മോഡിൽ യൂസ് ചെയ്യുക. അപ്പൊ ട്രാൻസ്പോർട്ട് മോഡിലായിരുന്നപ്പോഴത്തേക്ക് IP ഹെഡറിനെ എന്ത് ചെയ്യില്ലായിരുന്നു? പ്രൊട്ടക്ട് ചെയ്യില്ലായിരുന്നു. ട്രാൻസ്പോർട്ട് ലെയർ കൊടുക്കുന്ന പേലോഡിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യും. ഇവിടുത്തെ കേസിലാണെങ്കിൽ എൻറ്റയർ IP പാക്കറ്റിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. അതുകൂടാണ്ട് ഒരു ന്യൂ IP ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യും. ആ ന്യൂ IP ഹെഡർ ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഫൈനൽ റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ട്രാൻസ്പോർട്ട് ലെയറിനും ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിനും നെറ്റ്വർക്ക് ലെയറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആര് വരുന്നു? IP സെക്യൂരിറ്റി ലെയർ വരുന്നു. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻ, അതായത് TCP ഹെഡർ പ്ലസ് ഡേറ്റ, അതിനെ എന്ത് ചെയ്യുന്നു? IP സെക്യൂരിറ്റി ലെയർ എൻക്രിപ്റ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. IP സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു IP സെക്യൂരിറ്റി ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? നെറ്റ്വർക്ക് ലെയറിലോട്ട് പോകുന്നത്. അപ്പൊ നെറ്റ്വർക്ക് ലെയർ ഒരു IP ഹെഡറിനെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ആ IP ഹെഡറിന് ആരുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല? IP സെക്യൂരിറ്റി ലെയറിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. സോ ട്രാൻസ്പോർട്ട് മോഡിൽ ട്രാൻസ്പോർട്ട് ലെയറിനും നെറ്റ്വർക്ക് ലെയറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? IP സെക്യൂരിറ്റി ലെയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻ, ദാറ്റ് മീൻസ് TCP ഹെഡർ പ്ലസ് ഡേറ്റ, അതിനെ ആര് പ്രൊട്ടക്ട് ചെയ്യുന്നു? IP സെക്യൂരിറ്റി ലെയർ എൻക്രിപ്റ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ ആരെ കൂടി അറ്റാച്ച് ചെയ്യുന്നു? IP സെക്യൂരിറ്റി ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യുന്നു. ഇതിനെ പിന്നെ നെറ്റ്വർക്ക് ലെയറിലോട്ട് കൊടുക്കുമ്പോൾ നെറ്റ്വർക്ക് ലെയർ അതിൻ്റെതായിട്ടുള്ള IP ഹെഡറിനെ അറ്റാച്ച് ചെയ്യുന്നു. സോ ആ IP ഹെഡറിന് ആരുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല? IP സെക്യൂരിറ്റി ലെയറിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. ഇനി അടുത്ത ടണൽ മോഡിന്റെ കേസിലാണെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നുള്ള ഇൻഫോർമേഷൻ നെറ്റ്വർക്ക് ലെയറിലോട്ട് വരുന്നു. ദാറ്റ് മീൻസ് ആര് വരുന്നു? TCP ഹെഡർ പ്ലസ് ഡേറ്റ വരുന്നു. നെറ്റ്വർക്ക് ലെയർ അതിന്റെ കൂട്ടത്തിൽ IP ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യുന്നു. ഇപ്പൊ ആരൊക്കെയായി? IP ഹെഡർ, TCP ഹെഡർ പ്ലസ് ഡേറ്റ. സോ ഈ എൻറ്റയർ IP പാക്കറ്റ് ആണ് എങ്ങോട്ട് പോകുന്നത്? IP സെക്യൂരിറ്റി ലെയറിലോട്ട് പോകുന്നത്. സോ IP സെക്യൂരിറ്റി ലെയർ ഈ എൻറ്റയർ IP പാക്കറ്റ്, IP ഹെഡർ പ്ലസ് TCP ഹെഡർ പ്ലസ് ഡേറ്റനെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. IP സെക്യൂരിറ്റി ലെയറിന്റെ പാർട്ടായിട്ട് ഒരു IP സെക്യൂരിറ്റി ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ ഇത് വീണ്ടും എങ്ങോട്ട് പോകും? നെറ്റ്വർക്ക് ലെയറിലോട്ട് പോകും. എന്നിട്ടത് ഒരു ന്യൂ IP ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യും. ഇപ്പൊ പാക്കറ്റ് എങ്ങനെയായി? ന്യൂ IP ഹെഡർ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് ലെയറിന്റെ പാർട്ടായിട്ട് IP സെക്യൂരിറ്റി ലെയറിന്റെ പാർട്ടായിട്ടുള്ള IP സെക്യൂരിറ്റി ഹെഡർ ഉണ്ട്. നെറ്റ്വർക്ക് ലെയർ ആദ്യം കൊടുത്ത ഒറിജിനൽ IP ഹെഡർ ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വന്ന TCP ഹെഡർ പ്ലസ് ഡേറ്റ ഉണ്ട്. സോ ഇവിടുത്തെ കേസിലാണെങ്കിൽ എൻറ്റയർ IP പാക്കറ്റിനെയും ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? IP സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ രണ്ട് പ്രോട്ടോകോൾസ് ഉണ്ടെന്ന് പറഞ്ഞു, AH പ്രോട്ടോകോളും ESP പ്രോട്ടോകോളും. അതിനകത്ത് AH പ്രോട്ടോകോൾ authentication header protocol. AH protocol provides source host authentication, data integrity and protection against replay attacks but not confidentiality. AH protocol authenticationും ഡേറ്റ ഇന്റഗ്രിറ്റിയും റീപ്ലേ അറ്റാക്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യും. പക്ഷെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഡേറ്റനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാവില്ല സെൻഡ് ചെയ്യുന്നത്. AH പ്രോട്ടോകോളിലാണെങ്കിലും ഡേറ്റാഗ്രാംസ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ, ഡേറ്റാഗ്രാംസ് അല്ലെങ്കിൽ പാക്കറ്റ്സിന് ഡെസ്റ്റിനേഷനിലോട്ട്, ഒറിജിനൽ പാക്കറ്റ്സിന്, ഡേറ്റ പാക്കറ്റ്സിന് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും? ബിറ്റ്വീൻ സോഴ്സ് ഹോസ്റ്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് ഒരു ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിന് എന്ത് പേര് പറയും? നമ്മൾ സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയും. ഇവിടെ AH ഹെഡർ അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. IP വേർഷൻ 4 ആണെങ്കിൽ ഒറിജിനൽ IP ഹെഡറിനും TCP ഹെഡർ, ട്രാൻസ്പോർട്ട് ലെയറിന്റെ പാർട്ടായിട്ടുള്ള TCP ഹെഡറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് AH പ്രോട്ടോകോൾ അതിന്റെ AH ഹെഡറിനെ അറ്റാച്ച് ചെയ്യുന്നു. ഇനി IP വേർഷൻ 6 ആകുമ്പോൾ ഒറിജിനൽ IP ഹെഡർ കൂടാണ്ട് എക്സ്റ്റൻഷൻ ഹെഡേഴ്സും കൂടെ കാണും IP വേർഷൻ 6ൽ. അപ്പൊ IP വേർഷൻ 6 ആണെങ്കിൽ എക്സ്റ്റൻഷൻ ഹെഡേഴ്സിനും TCP ഹെഡറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആരെ അറ്റാച്ച് ചെയ്യുന്നു? AH ഹെഡറിനെ അറ്റാച്ച് ചെയ്യുന്നു. AH ഹെഡർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. AH ഹെഡറിൽ ഫസ്റ്റ് 8 ബിറ്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹെഡർ ഫീൽഡ് ആണ്. And this field defines a type of payload carried by the IP datagram. IP packet അല്ല IP datagram carry ചെയ്യുന്ന പേലോഡിന്റെ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഹെഡർ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് എന്ന് പറയുമ്പോൾ TCP ആണോ, UDP ആണോ, ICMP ആണോ, OSPF ആണോ, അതുപോലെ ടൈപ്പ് ഓഫ് പേലോഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഹെഡർ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പേലോഡ് ലെങ്ത് ആണ്. അടുത്ത 8 ബിറ്റ്സ് എന്ന് പറയുന്നത് പേലോഡ് ലെങ്ത് ആണ്. പേലോഡ് ലെങ്ത് എന്ന് പറയുന്ന നെയിം കുറച്ച് മിസ്ലീഡിംഗ് ആണ്. പേലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡേറ്റ ആണ് ഉദ്ദേശിക്കുക. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പേലോഡ് അല്ല, ലെങ്ത് ഓഫ് ഒതന്റിക്കേഷൻ ഹെഡർ. ഈ ഒതന്റിക്കേഷൻ ഹെഡറിന്റെ ലെങ്ത് ആണ് ഇവിടെ പേലോഡ് ലെങ്ത് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
പേലോഡ് ലെങ്ത് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒതന്റിക്കേഷൻ ഹെഡറിന്റെ ലെങ്ത് ആണ് പേലോഡ് ലെങ്ത് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ലെങ്ത് എടുക്കുമ്പോഴും ഫസ്റ്റ് 32 രണ്ട് 32 ബിറ്റ് വേർഡ്സിനെ എന്ത് ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാറില്ല. രണ്ട് 32 ബിറ്റ് വേർഡ്സ് കൺസിഡർ ചെയ്യാണ്ടാണ് പേലോഡ് ലെങ്ത് എടുക്കുക. പേലോഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒതന്റിക്കേഷൻ ഹെഡറിന്റെ ലെങ്ത് ആണ്. ഫസ്റ്റ് 32 ബിറ്റ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 8 ബൈറ്റ്സിനെ അത് കൺസിഡർ ചെയ്യില്ല. ആ ലെങ്ത് എടുക്കുമ്പോൾ ഫസ്റ്റ് 8 ബൈറ്റ്സിനെ കൺസിഡർ ചെയ്യാണ്ടാണ് ലെങ്ത് എടുക്കുക. ഒതന്റിക്കേഷൻ ഹെഡറിന്റെ ലെങ്ത് ആണ്. അടുത്ത 16 ബിറ്റ്സ് റിസർവ്ഡ് ആണ്. ഇനി അടുത്തൊരു 32 ബിറ്റ്സ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഡേറ്റ ട്രാൻസ്ഫറിന് മുന്നേ സോഴ്സ് ഹോസ്റ്റിനും ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനെ എന്തെന്ന് പറയും? സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയും. അപ്പോൾ ഓരോ സെക്യൂരിറ്റി അസോസിയേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഡന്റിഫയർ, ഒരു വാല്യൂ കാണും. അതാണ് എന്തായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക? സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി അസോസിയേഷനിൽ സെൻഡ് ചെയ്യുന്ന ഒരു ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന എല്ലാ പാക്കറ്റ്സിന്റെയും എന്ത് സെയിം ആയിരിക്കും? സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് SPI വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്ത സീക്വൻസ് നമ്പർ. സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് റീപ്ലേ അറ്റാക്സിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്നത്. അതായത് സെൻഡ് ചെയ്യുന്ന എല്ലാ പാക്കറ്റ്സിനും എന്തുണ്ടാവും? ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും. സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഫസ്റ്റ് സെൻഡ് ചെയ്യുന്ന പാക്കറ്റിന്റെ സീക്വൻസ് നമ്പർ 0 ആയിരിക്കും. പിന്നെ സീക്വൻസ് നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാ പാക്കറ്റ്സിനും ഡിഫറെന്റ് സീക്വൻസ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇനി അഥവാ ഒരു പാക്കറ്റ് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വന്നാലും എന്ത് ചെയ്യില്ല? സീക്വൻസ് നമ്പറിനെ റിപ്പീറ്റ് ചെയ്യില്ല. എപ്പോഴും ഡിഫറെന്റ് സീക്വൻസ് നമ്പർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഒരേ സീക്വൻസ് നമ്പറിൽ രണ്ട് പാക്കറ്റ്സ് റിസീവർ സൈഡിൽ വരികയാണെങ്കിൽ അത് എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ് ആണ്. മേ ബി അത് റീപ്ലേ അറ്റാക്കിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. സോ അതിനെ അവോയ്ഡ് ചെയ്യും. അപ്പൊ എപ്പോഴും സീക്വൻസ് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആക്കി വെക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? റീപ്ലേ അറ്റാക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒതന്റിക്കേഷൻ ഡേറ്റ. നേരത്തെ പറഞ്ഞു എന്ത് പ്രൊവൈഡ് ചെയ്യും? ഇവിടെ ഡേറ്റ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഡേറ്റ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ AES പ്രോട്ടോകോൾ ആരെ കൂടെ അറ്റാച്ച് ചെയ്യണം? ഒറിജിനൽ ഡേറ്റ കൂടാണ്ട് ആരെ കൂടെ സെൻഡ് ചെയ്യണം? മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും കൂടെ സെൻഡ് ചെയ്യണം. ആ മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡാണ് എവിടെ വരുന്നത്? ഒതന്റിക്കേഷൻ ഡേറ്റ ഫീൽഡിൽ വരുന്നത്. ഡേറ്റ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡാണ് ഏത് ഫീൽഡിൽ വരുന്നത്? ഒതന്റിക്കേഷൻ ഡേറ്റ ഫീൽഡിൽ വരുന്നത്. സോ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ AES പ്രോട്ടോകോൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? നമുക്ക് ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ റീപ്ലേ അറ്റാക്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. മെസ്സേജ് ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ എന്ത് പ്രൊവൈഡ് ചെയ്യില്ല? കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യില്ല. ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് ESP പ്രോട്ടോകോൾ. ഒന്നുകിൽ AES പ്രോട്ടോകോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ESP പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. ESP പ്രോട്ടോകോൾ ആണെങ്കിൽ എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് പ്രോട്ടോകോൾ. AES പ്രോട്ടോകോൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യായിരുന്നു? സർവീസസ് ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, റീപ്ലേ അറ്റാക്സിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ തരും, ഡേറ്റ ഇന്റഗ്രിറ്റി തരും. പക്ഷെ എന്ത് തരില്ലായിരുന്നു? കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യില്ലായിരുന്നു, ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ESP പ്രോട്ടോകോൾസ് എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യും? കോൺഫിഡൻഷ്യാലിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്യും, ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുക. അതുകൂടാണ്ട് ഡേറ്റ ഇന്റഗ്രിറ്റി, സോഴ്സ് ഒതന്റിക്കേഷൻ, പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് റീപ്ലേ അറ്റാക്സ്, ഈ സർവീസസ് കൂടി ആര് പ്രൊവൈഡ് ചെയ്യും? ESP പ്രോട്ടോകോൾ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒറിജിനൽ ഡേറ്റയുടെ കൂട്ടത്തിൽ ESP ആണെങ്കിൽ ഒരു ESP ഹെഡറും അറ്റാച്ച് ചെയ്യും, ESP ട്രെയിലറും അറ്റാച്ച് ചെയ്യും. ESP ഹെഡറും വരുന്നുണ്ട്, ESP ട്രെയിലറും വരുന്നുണ്ട്. ഇവിടെ IP ഹെഡർ, നെറ്റ്വർക്ക് ലെയർ അറ്റാച്ച് ചെയ്യുന്ന IP ഹെഡർ ഉണ്ട്. ഇവിടെ ഒറിജിനൽ പേലോഡ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വരുന്ന പേലോഡ് ഉണ്ട്. ഇതിന് മുമ്പായിട്ട് ഒരു ESP ഹെഡർ അറ്റാച്ച് ചെയ്യുന്നു. അതുകൂടാണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ESP ട്രെയിലർ അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒതന്റിക്കേഷൻ ഡേറ്റ ആണ്, മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ്. ഡേറ്റ ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്ന മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡാണ് ഒതന്റിക്കേഷൻ ഡേറ്റ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ പേലോഡും ESP ട്രെയിലറും രണ്ടും കൂടെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. പേലോഡ് ഒറിജിനൽ ഡേറ്റയും ട്രെയിലറും എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. സോ എൻക്രിപ്ഷന്റെ ഒരു കവറേജ് വരുന്നത് പേലോഡിലും ESP ട്രെയിലറും ആണ്. ഒതന്റിക്കേഷന്റെ കവറേജ് വരുന്നത് ഹെഡർ, ESP ഹെഡർ, പേലോഡ്, ESP ട്രെയിലർ. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആര് വരുന്നത്? ഒതന്റിക്കേഷന്റെ കവറേജ് വരുന്നത്.
ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഇതുണ്ട് പേലോഡ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഒറിജിനൽ ഡേറ്റ ആണ് ഇവിടെ പേലോഡ് ഡേറ്റ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ESP ഹെഡറിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് ആരൊക്കെ? സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് SPI സീക്വൻസ് നമ്പർ. ESP ഹെഡറിലാണ് ആരൊക്കെ വരുന്നത്? SPIയും സീക്വൻസ് നമ്പറും വരുന്നത്. SPI എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്യൂരിറ്റി അസോസിയേഷന്, ഓരോ സെക്യൂരിറ്റി അസോസിയേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡന്റിഫയർ ആണ് ഇത് SPI വാല്യൂ. അടുത്ത സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ പാക്കറ്റ്സിനും എന്തുണ്ടാവും? ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും. അത് എന്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റീപ്ലേ അറ്റാക്സിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പൊ SPI സീക്വൻസ് നമ്പർ ആണ് ESP ഹെഡറിൽ വരുന്നത്. പിന്നെന്താണ്? പേലോഡ് ഡേറ്റ, ഒറിജിനൽ ഡേറ്റ. ഇനി ESP ട്രെയിലറിൽ വരുന്നതാണ് ഈ പാഡിംഗ്, പാഡ് ലെങ്ത്, നെക്സ്റ്റ് ഹെഡർ എന്നൊക്കെ പറയുന്നത്. ഇത് ഇത്രയും എന്തിലാണ് വരുന്നത്? ESP ട്രെയിലറിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ പാഡിംഗ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒറിജിനൽ ഡേറ്റ നമുക്ക് എൻക്രിപ്ഷൻ അൽഗോറിതംസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ചില എൻക്രിപ്ഷൻ അൽഗോറിതംസിന് ഒരു റിക്വയർമെന്റ് കാണും. ഇത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് വേണം, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ വേണം എന്നൊക്കെ ഉള്ള കുറച്ച് റിക്വയർമെന്റ്സ് കാണും. അപ്പൊ നമ്മളുടെ ഒറിജിനൽ ഡേറ്റയിൽ അത്രയും നമ്പർ ഓഫ് ബൈറ്റ്സ് ഇല്ല എങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ ബിറ്റ്സിനെ പാഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഈ പറയുന്ന എൻക്രിപ്ഷൻ അൽഗോറിതത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. അങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ബിറ്റ്സ് ആണ് നമ്മൾ ഇവിടെ പാഡിംഗ് ആയിട്ട് കാണിക്കുന്നത്. ഒറിജിനൽ ഡേറ്റയുടെ കൂട്ടത്തിൽ ഈ എൻക്രിപ്ഷൻ അൽഗോറിതംസിനൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ബിറ്റ്സ് ആണ് ഇവിടെ പാഡിംഗ് ബിറ്റ്സ് ആയിട്ട് കാണിക്കുന്നത്. ഇനി എത്ര ബിറ്റ്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? പാഡ് ലെങ്ത് വരുന്നത്. കാര്യം റിസീവർ സൈഡിൽ വരുമ്പോൾ ഈ എക്സ്ട്രാ ആഡ് ചെയ്ത ബിറ്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പാഡ് ലെങ്തും കാണിച്ചിട്ടുണ്ട്. എത്ര ബിറ്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാഡ് ലെങ്തും കാണിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഹെഡർ ഫീൽഡ് നേരത്തെ കണക്ക് തന്നെ, നേരത്തെ അതേ ഫംഗ്ഷൻ തന്നെയാണ് നെക്സ്റ്റ് ഹെഡർ ഫീൽഡിന് ഇവിടെ ഉള്ളത്. ഏജ് ഹെഡറിൽ പറഞ്ഞ അതേ ഫംഗ്ഷൻ. പിന്നെ ഒതന്റിക്കേഷൻ ഡേറ്റ ആണ്, അതായത് മെസ്സേജ് ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഡേറ്റയുടെ കൂടെ ആരെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടും? മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും കൂടെ അറ്റാച്ച് ചെയ്ത് വിടും. ആ മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡാണ് ഏത് ഫീൽഡിൽ വരുന്നത്? ഒതന്റിക്കേഷൻ ഡേറ്റയിൽ വരുന്നത്. സോ ഏജ് പ്രോട്ടോക്കോളും ESP പ്രോട്ടോക്കോളും ഡിഫറൻസ് എന്താണ്? ഏജ് പ്രോട്ടോക്കോൾ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യില്ല, പക്ഷേ ESP പ്രോട്ടോക്കോൾ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യും. ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. IP സെക്യൂരിറ്റിയിൽ സെക്യൂരിറ്റി അസോസിയേഷൻ ആൻഡ് കീ മാനേജ്മെന്റിനായിട്ടും സെവറൽ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു IP സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട് കീ മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റ് കീ എക്സ്ചേഞ്ച് അൽഗോരിതം. അതുപോലെ തന്നെ സെക്യൂരിറ്റി അസോസിയേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനുമായിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ ആൻഡ് കീ മാനേജ്മെന്റ് പ്രോട്ടോകോൾ.